കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത് നിശാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാള് അദ്ദേഹത്തിന് എന്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ച് ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ചു വെച്ചിരിക്കുന്നതെന്ന് LJP സിനിമ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ ഐ റിപ്പീറ്റ് ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും മോശം LJP സിനിമ. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അല്ലാതെ ബാക്കി ലാലയുടെ ഇൻട്രോ അസോസിയേറ്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ, അതിനകത്ത് പ്രമോദ് വെളിയനാട് ഒരു വൻ തള്ളു തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയ തള്ളുതാണ് ടിനു പാപ്പച്ചന്റെ. ടിനു പാപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തിയേറ്റർ കുലുങ്ങുന്നു, വലിയൊരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ടിനു പാപ്പച്ചൻ. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ഇത് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിച്ച അപരാധം എന്ന് മാത്രമേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ. വളരെ മോശം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മരക്കാരവിനെ വെട്ടിയിട്ട വാഴത്തണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലങ്ങനെയല്ല. ലാലേട്ടന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഹി ഡിഡ് ജസ്റ്റിസ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അവതാരം വന്നത് ഈ ഒരു അപരാധത്തിനകത്തായി പോയി എന്നുള്ളത് മാത്രം. പിന്നെ ഇതാ ചക്കക്കുരു ഫൈറ്റ്. ഇങ്ങനെ ഉരുണ്ട് കളിച്ച് കാണിച്ച് ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ഫൈറ്റ്. അതായത് കൈയടിക്കാൻ വേണ്ടി വന്ന ആളുകൾ വായിൽ വിരലിട്ടിരിക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. മലയക്കോട്ട വാലിബൻ, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയക്കോട്ട വാലിബൻ. അവിടെ മോഹൻലാലിനെ പ്രൊജക്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കിൽ അല്ല, അദ്ദേഹത്തിന്റെ ആക്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ താരം കൂടി യൂസ് ചെയ്തുകൊണ്ടല്ലേ മലയാളത്തിന്റെ മോഹൻലാലിന് ഉള്ള പിന്നെ പ്രൊപ്പഗാൻഡ നടത്തിയത്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പിന്നെ ഇത് ആസ്വദിക്കാൻ ആരംഭിച്ചു. ഐ ചേഞ്ച് ദ ഗിയർ ടു ദ മലങ്കൾട്ട്. മലങ്കൾട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദം പരമാനന്ദം. അങ്ങനെയാണ് മലങ്കൾട്ടുകൾ ഉണ്ടാവുന്നത്. മലങ്കൾട്ടുകൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടായി പോകുന്നതാണ്. ഈ ഡയലോഗ് രസങ്ങളിലേക്ക് അടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഒരു മലങ്കൾട്ട് ഉണ്ടാകുമെന്ന് ഈവൻ നോട്ട് ഇൻ മൈ ഡ്രീംസ്. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ. ഡയലോഗ്സ് ഒക്കെ നല്ല രസമുണ്ട്. കാരണം പഴയ കാലത്തെ ഒരു ഭാഷ പ്രയോഗങ്ങൾ ആ രീതി ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത് നല്ല രസത്തിലാണ്. പക്ഷെ ഇതുപോലത്തെ കോമഡി പീസ് മൊണ്ണ കഥാപാത്രങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ചിരിക്കുമല്ലാതെ വേറെന്താ ചെയ്യുക? കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴുക്കി, എന്റെ ചെവിയും ചിരിഞ്ഞതാറി. സാമിനാൻ, മയിലാട് സാമിനാൻ എന്ന് പറഞ്ഞ് വില്ലൻ വരുവാണ്. വില്ലന്റെ ഒരു ചിരിയുണ്ട്. ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട്. അടിപൊളി. അവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കൂടി എനിക്ക് ഇത്ര വേദനയില്ലായിരുന്നടാ.